എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ നമ്മുടെ മലയാളം പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഓണം എക്സാമിന് പോകുമ്പോൾ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ കേരള പാഠാവലി, അതായത് മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിന് പോകുമ്പോൾ 16 മാർക്ക് കിട്ടേണ്ട ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് ഈ ക്ലാസ്സിലൂടെ ക്ലാസ് കഴിയുമ്പോൾ 16 മാർക്ക് സ്കോർ ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. വായോ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ, മാതങ്കിയോടെ കുടിനീർ മാത്രമാണ് ചോദിക്കുന്നത് എന്നതിൻ്റെ പൊരുൾ എന്താണ് അല്ലേ? നമ്മുടെ സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ നമ്മുടെ ബുദ്ധഭിക്ഷു മാതങ്കിയോട് പറയുന്ന വരികളാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, സഹോദരി, അനിയത്തി, എനിക്ക് വേണ്ടത് കുടിക്കാൻ അല്പം ജലം മാത്രമാണ്. ഇങ്ങനെ കവി പറയുന്നതിൻ്റെ, ഇങ്ങനെ ബുദ്ധഭിക്ഷു പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. മനുഷ്യരെല്ലാം ഒരേ ജാതിയിൽ പെട്ടവരാണ് എന്ന് ബുദ്ധഭിക്ഷു വിശ്വസിക്കുന്നു അല്ലേ? ജാതി മത വേർതിരിവുണ്ടോ? ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഈഴവനോ പറയനെന്നോ പുലയനെന്നോ നമ്പൂതിരിയെന്നോ ബ്രാഹ്മണനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നീളം കൂടിയവനെന്നോ നീളം കുറഞ്ഞവനെന്നോ വേർതിരിവുണ്ടോ? ഇല്ല. എല്ലാവരും ഈ ഭൂമിയിൽ സമന്മാരാണ്, തുല്യരാണ് എന്ന ആശയമാണ് പറയുന്നത് അല്ലേ? മനുഷ്യരെല്ലാം ഒരു ജാതിയിൽ പെട്ടവരാണെന്ന് ബുദ്ധഭിക്ഷു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബുദ്ധഭിക്ഷു ആ മാതങ്കിയോട് പറയുന്നത്, എനിക്ക് നിന്റെ ജാതി അറിയണ്ട, കുടിക്കാൻ വെള്ളം മാത്രം മതി, എല്ലാവരും ഒന്നാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. മാതങ്കിക്ക് ജാതി ചിന്തയുടെ വ്യർത്ഥത അനുഭവപ്പെടുന്നു അല്ലേ? ജാതിയില്ല എന്ന ആ ചിന്തയിലേക്ക് മാതങ്കി പതിയെ എത്തുന്നു. ചാമറെന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ് എന്നൊരു അപകർഷത ബോധം, അവർ നിരാശ മാതങ്കിയിൽ ഉണ്ടായിരുന്നു. അത് സഹോദരി, ഭഗിനി എന്ന് വിളിച്ചപ്പോൾ അങ്ങ് മാറിയെന്ന് കാണാൻ സാധിക്കും. ബുദ്ധഭിക്ഷു അവളെ സഹോദരിയായി കാണുന്നു. ഉപാധികളില്ലാത്ത, നിബന്ധനകളില്ലാത്ത മനുഷ്യ സഹോദര്യമല്ലേ? താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണെന്ന് സമൂഹ മുദ്ര കുത്തിയ ആ പെൺകുട്ടിയെ സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധ സന്യാസി അഭിസംബോധന ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ ആ സ്നേഹം, ആ ബഹുമാനം, ആ ബോധ്യം ഉളവാക്കാൻ ഈ വരികൾക്ക് സാധിക്കുന്നു. എനിക്ക് വേണ്ടതിൻ്റെ ജാതിയല്ല, നിൻ്റെ വെള്ളമാണ്, കുടിക്കാനുള്ള ദാഹം ഇല്ലാതാക്കാനുള്ള ജലമാണ് എനിക്ക് ആവശ്യമെന്നാണ് ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നു പിടിവിടുവിട്ട് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് മക്കളെ? ഭാവതലം അല്ലേ? ഭാവതലം ഏത് കഥയിലെ അമ്മ എന്നൊക്കെ പറയുന്ന കഥയിലെ വരികളാണിവ അല്ലേ? അവസാനം ഒരു വ്യക്തി, അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഒഴിഞ്ഞ മുറിയിൽ പായ പോലും വിരിക്കാതെ താഴെ കിടക്കുമ്പോൾ ആ കറുത്ത ഉണങ്ങിയ മരച്ചുള്ളി പോലെയുള്ള ആ കൈവിരലുകൾ മുകളിലേക്ക് ഉയരുമ്പോൾ പറയുന്ന ആ ഭാവതലം എത്രമാത്രം ആ കഥയെ സമ്പുഷ്ടമാക്കുന്നു എന്നാണ് ചോദ്യം. നോക്കാം. ഇത്തരം സന്ദർഭങ്ങൾ കഥയുടെ ഭാവതലത്തെയും കഥാപാത്രത്തിൻ്റെ ശക്തിയെയും വ്യക്തമാക്കുന്നു. കഥാപാത്രത്തിൻ്റെ ജീവിതാവസ്ഥയും കഥാപാത്രം അനുഭവിക്കുന്ന മാനസികാവസ്ഥയും വ്യക്തമാക്കാൻ കഴിയുന്ന വരികളാണിവ അല്ലേ? അമ്മ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദന, അമ്മ അനുഭവിക്കുന്ന ആ മാനസിക വിഷമം എല്ലാം തന്നെ ഈ വരികളിലൂടെ ഭാവതലത്തിലേക്ക് നമ്മെ ഉയർത്തി കാണിക്കുന്നു. തൻ്റെ വളർച്ചയെത്തിയ മക്കൾ തന്നിൽ നിന്നും സ്വന്തം കാര്യം നോക്കി പറന്നകന്നിരിക്കുന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ പിടിവിട്ട് ആകാശത്തേക്ക് ഉയരും പോലെയാണ് മക്കളുടെ വളർച്ച. വളർന്നു പാകമായവർ ഒടുവിൽ അകന്നു പോകുമ്പോൾ തൻ്റെ ജീവൻ കൊടുത്ത് വളർത്തിയ മക്കൾ അമ്മയെ തനിച്ചാക്കി പോകുന്നുവെന്ന തോന്നൽ ഇവിടെ പ്രകടമാണ്. അടുത്ത ചോദ്യം. ഞാൻ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. ഇത് എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുമായിരുന്നില്ല. ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ്. പാൽക്കാരൻ ബൊലേറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക അല്ലേ? ബൊലേറാമിൻ്റെ മനോഭാവം വിശകലനം ചെയ്യാനാണ് ചോദ്യം മക്കളെ. വിശകലനം അല്ലേ? പാൽക്കാരൻ പറയുകയാണ്, എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുമായിരുന്നില്ല, എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും അല്ലേ? മാതൃസ്നേഹമല്ലേ പാൽക്കാരൻ്റെ ഒരു മനോഭാവത്തിൽ തെളിയുന്നത്. നന്മ പറ്റാത്ത ചിലതെങ്കിലും നമ്മുടെ ലോകത്ത് പ്രകൃതി അവശേഷിപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറയും പോലെയാണ് ബൊലേറാം. ഭൂമിയിലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഉറവ പറ്റാത്ത മനുഷ്യർക്ക് ഉദാഹരണമാകുകയാണ് അല്ലേ? അമ്മ പോലും അല്ലാതിരുന്നിട്ടും ആ അമ്മയെ വണ്ടി ഇടിച്ച് നിർത്താതെ പോയപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ബൊലേറാം. ഇപ്പോൾ അമ്മയല്ലാതിരുന്നിട്ടും അമ്മയെ സ്നേഹിക്കുന്ന ഒരു മാതൃഹൃദയത്തോട് ചേരുന്ന ഒരു മകൻ്റെ സ്നേഹമുള്ള കഥാപാത്രമായി ബൊലേറാം ഇവിടെ പരിവർത്തനം ചെയ്യുന്നു. തൻ്റെ അമ്മയായിരുന്നുവെങ്കിൽ ഈ പ്രായത്തിൽ താൻ ഇങ്ങനെ വിടില്ല എന്ന് ബൊലേറാം പറയുന്നു. കൂടാതെ നന്മയുടെ സ്നേഹവും പരിഗണനയുമുള്ള ഒരു കഥാപാത്രമായി ബൊലേറാം മാറുന്നു. അപ്പോൾ അമ്മയോട് ആ സ്നേഹം കാണിക്കുന്ന സ്നേഹം ഒരു അതിജീവനമാണ്. അതിജീവനം
സമാധാനത്തിൻ്റെ മാർഗമാണ്. കരുതൽ ഇതെല്ലാം പറ്റിയ ലോകം മരുഭൂമിക്ക് തുല്യവുമാണ് അല്ലേ? സ്നേഹമില്ലാത്ത മരുഭൂമിക്ക് തുല്യമായ ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ വലിയ അർത്ഥങ്ങൾ നമുക്ക് തുറന്നു തരികയാണ് ബൊലേറാമിൻ്റെ ഈ വാക്കുകൾ. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാനിവരെ പുറത്തു വിടുമായിരുന്നില്ല, ചേർത്ത് നിർത്തിയേനെ. അപ്പം അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമായി നമുക്ക് ബൊലേറാമിനെ കാണാൻ സാധിക്കും. കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അമ്മ അല്ലേ? കഥാപാത്ര നിരൂപണം ചോദ്യമായി വരാം. അമ്മ കഥാപാത്ര നിരൂപണം എന്തൊക്കെയായിരിക്കാം? അമ്മ സഹനശക്തിയുള്ള കഥാപാത്രമല്ലേ അമ്മ? മക്കളെ കുറ്റം പറയുന്നില്ല, മക്കളോട് പരാതിയോ പരിഭവമോ ഇല്ല. തന്നെ ഉപേക്ഷിക്കപ്പെട്ടിട്ടും ആ മക്കളെ ഒരു നുറ്റുപോലും കുറ്റം പറയാത്ത ഡോക്ടറോടോ ആ ടാക്സി ഡ്രൈവറോടോ പോലീസുകാരനോടോ പാൽക്കാരനോടോ ഒരു കുറ്റം പോലും മക്കളെക്കുറിച്ച് പറയാതെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വേദന നെഞ്ചോട് ചേർത്ത് കഴിയുന്ന ഒരു അമ്മയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുണ്ട്. സഹനം, ത്യാഗം, സ്നേഹം, പരിഭവമോ പരാതിയോ ഇല്ലാത്ത ഒരു അമ്മയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നായി വായിച്ചുകൊണ്ട് അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ചോദ്യം വന്നാൽ മുത്തുമണികളെ അടിപൊളിയായിട്ട് എഴുതണം കേട്ടോ. ഇനി പാത്തുമ്മയുടെ ആടിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ്? പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അല്ലേ? പാത്തുമ്മയുടെ ആട് സത്യമായ കഥയല്ലേ? അവിടെ എന്താണ് പാത്തുമ്മയുടെ ആടിൽ കടന്നു വരുന്നത്? എന്തൊക്കെയാണ് മക്കൾ? ഇത് വായിച്ചു നോക്കുകയെ. എന്തൊക്കെയാണ്? ബഷീറിൻ്റെ അനിയത്തി പാത്തുമ്മ, പിന്നെയോ പാത്തുമ്മയുടെ ആട്, പാത്തുമ്മയുടെ പുയ്യാപ്പിള അല്ല ഭർത്താവ്, പിന്നെ ബഷീറിൻ്റെ ഉമ്മ, അടുത്ത പണിക്കാർ, പിന്നെ എലികൾ, ഉമ്മേൻ്റെ അഭയാർത്ഥികളെ കടന്നു വരുന്ന പൂച്ച, 900 എലികൾ, പിന്നെ കോഴികൾ, കോഴിക്കുഞ്ഞ്, പിന്നെ കാക്ക, പരുന്ത്, ഇതെല്ലാം കൂടിയ സർവ്വ ചരാചരങ്ങളും ജീവജാലങ്ങളും കൂടിയ ഒരു സുന്ദരമായ ഭവനമാണ് ഏത്? പാത്തുമ്മയുടെ ആട്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ MK സാനു പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന ലേഖനത്തിൽ പറയുന്നത് ഈ ജീവജാലങ്ങളെല്ലാം കൂടിയ ഒരു സുന്ദരമായ സമത്വ സുന്ദരമായ അഖണ്ഡമായ ലോകമാണ് ഏത്? പാത്തുമ്മയുടെ ആട്. അതുകൊണ്ടാണ് സത്യമായ കഥ. അതിലെ കഥാപാത്രങ്ങളെല്ലാം ബഷീറിൻ്റെ കുടുംബക്കാരും അവിടുത്തെ ജീവജാലങ്ങളുമാണെന്ന് കാണാൻ സാധിക്കും. ഈ ചോദ്യം എന്താ ഉത്തരം വരിക? ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ. പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബഷീർ ഒരുപാട് യാത്ര ചെയ്ത് വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ എന്താ കാണുന്നത്? കാക്ക, പട്ടി, പൂച്ച, 900 എലികൾ, ഉമ്മേൻ്റെ കൂടെയുള്ള പൂച്ച, പിന്നെ കോഴികൾ, കോഴിക്കുഞ്ഞ്, മൊത്തം ബഹളം. പിന്നെ പാത്തുമ്മേൻ്റെ ആട്, പിന്നെ പെങ്ങന്മാർ, അവരുടെ ഹസ്ബൻഡ്, ഒരുപാട് കുടുംബാംഗങ്ങളും സർവ്വ ജീവജാലങ്ങളുമുള്ള ആ വീട്ടിലേക്കാണ് ബഷീർ ടൂറും കഴിഞ്ഞ് അല്ലെ യാത്രയും കഴിഞ്ഞ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബഷീറിൻ്റെ ജീവിതം അശാന്തി നിറഞ്ഞതാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ചെറുങ്ങനൊക്കെ ഉണ്ടാകും അല്ലേ? ഉമ്മ പോയി പറയുന്നില്ല ഓരോ കാര്യങ്ങൾ, വീട് കെട്ടാൻ പൈസ വേണമെന്ന് പറയുന്നില്ല. പിന്നെ പെങ്ങന്മാര് പറയുന്നില്ലേ, കാക്കാ ഒരു കമ്മൽ വാങ്ങിത്തരോ, ബഷീർക്കാ ഒരു മാല വാങ്ങിത്തരോ, പൊട്ട് വാങ്ങിത്തരോ, ഒരു ആവശ്യങ്ങൾ വരുന്നില്ലേ? ഉമ്മ പറയുന്നില്ലേ കുറച്ച് പൈസ താ, വീട് കെട്ടിക്കണമെന്ന് പറയുന്നില്ലേ? ഇതിനിടയിൽ ആ കോഴിക്കുഞ്ഞിൻ്റെയും പരുന്തിൻ്റെയും പൂച്ചയുടെയും എലികളുടെയും എല്ലാം തന്നെ ബഹളം. ഈ അശാന്തമായ ഈ വീടിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ചോദ്യം വന്നത്. ചന്ത കൂടിയ ബഹളം എന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ വീട്ടിലെ ആ ഒച്ചപ്പാട്, ആ ബഹളം, ജീവജാലങ്ങളുടെയും മനുഷ്യന്മാരുടെയും ബഹളം. ഇതൊക്കെ നോക്കി പോകുക. അപ്പോൾ മക്കളെ 9ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ എക്സാമിലേക്ക് പോകുമ്പം മലയാളം ഫസ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് സാറ് വന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.